കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ദേശാഭിമാനിയിൽ വന്ന ഒരു തലക്കെട്ടിനെ കുറിച്ച് പറയാം. കോൺഗ്രസ് 50 സീറ്റ് തികയ്ക്കില്ല എന്നായിരുന്നു ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സിപിഎമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ 50 സീറ്റ് തികയ്ക്കില്ല കോൺഗ്രസ് എന്ന തലക്കെട്ട് വരുമ്പോൾ ഇലക്ഷൻ കാലത്ത് അത് ആരെയാണ് സഹായിക്കുക? ഒരു സംശയമില്ല, സംഘപരിവാറിനെ സഹായിക്കുക. കേരളത്തിൽ ഇരുന്നു കൊണ്ട് പാർട്ടി മുഖപത്രത്തിൽ അത്തരമൊരു ഹെഡിങ്, ഒരു പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വലതുപക്ഷത്തിന്, സംഘപരിവാറിന്, BJPക്ക് അനുകൂലമായ തലക്കെട്ട് തന്നെയാണ് എന്ന് ഞാൻ പറയും. അതിനു മുൻപ് നമുക്കറിയാം, ഹിന്ദുത്വ വർഗീയത കേരളത്തിൽ വേരൂന്നിയിരിക്കുന്നത് ഒരു സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അല്ല നമ്മൾ അതിന്റെ ഭീകരതയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ആറ്റിങ്ങലിൽ നമ്മുടെ LDFO, UDFO, ഇന്ത്യ സഖ്യം ജയിക്കുമ്പോഴല്ല നമ്മൾ സംഘപരിവാറിന്റെ ഒരു നീരാളിപ്പിടുത്തത്തെ പറ്റിയിട്ട് അവെയർ ആവേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ഉടമ തിരുവനന്തപുരത്ത് വെറും 15,000 സീറ്റിന് ജയിക്കുമ്പോഴല്ല നമ്മൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഊന്നി നിൽക്കുന്ന സംഘപരിവാരത്തിന്റെ ആസുരതയെക്കുറിച്ച് ഓർക്കേണ്ടത്. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ ഇവിടെ രൂപപ്പെടുത്തി പാകപ്പെടുത്തിയെടുത്ത സംഘപരിവാറിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥ രൂപപ്പെടുത്തിയത് കൊണ്ടാണ്. അതിലേക്ക് വളരെ പെട്ടെന്ന് സുരേഷ് ഗോപി ജയിച്ചതാണ്. അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച കാര്യമേ അല്ല. അതിന് ദീർഘമായ കാലത്തെ ഒരു കാത്തിരിപ്പിന്റെ, നിരന്തരമായ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ, നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കാത്തിരിപ്പും പ്രവർത്തന ശൈലിയുമുണ്ട്. അത് തിരിച്ചറിയുന്നതിൽ ഇവിടെ പരാജയപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷം ഒരു 19 സീറ്റിൽ 18 സീറ്റിൽ തോൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സീറ്റിൽ വിജയിച്ചുകൊണ്ട് BJP നിൽക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത്. അത് നമ്മളെ ഭീതിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ വലിയ പരാജയങ്ങളിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിട്ട് അതിനെ കാണേണ്ടി വരും. കൈരളി TV ഒരു പാർട്ടിക്ക് ഒരു ടെലിവിഷൻ ചാനലുള്ള ഒരു സ്ഥലം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൈരളി TVയിൽ 6 വർഷം ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അത് രൂപപ്പെട്ട സാഹചര്യവും അതിന്റെ ആദ്യകാല പ്രവർത്തനത്തെയും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും കുറിച്ച് വളരെ കൃത്യമായ ധാരണയും ന്യൂസിൽ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളും കൂടിയാണ്. കേരളത്തിൽ സൂര്യ TVക്ക് ശേഷം ശബരിമല ലൈവ് ആദ്യമായി ടെലികാസ്റ്റ് ചെയ്യുന്നത് കൈരളി TV ആണ്. അതിന്റെ അവതാരകനായിട്ടാണ് ഇന്ന് ടെലിവിഷൻ ചാനലുകളിൽ സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യം അവതരിപ്പിക്കുന്നത് കൈരളി TV ആണ്. ഇതിന്റെ ഒരു ഭാരത്തിൽ നിന്ന്, ഇതിന്റെ ഒരു കുറ്റകരമായ ഒരു ഭാരത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് അതിന്റെ മാധ്യമ പ്രവർത്തന ശൈലിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആത്മവിമർശനപരമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട്.